Hello dear students, welcome to Math Root. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 മാത്സ് ഇംപ്രൂവ്മെന്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ഈ വർഷം ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന് വരാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ച അതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കണ്ടന്റ് ഉണ്ട്. അതായത് ഒരുപാട് ക്വസ്റ്റ്യൻസും ഒരുപാട് മാർക്കും ഈ ചാപ്റ്ററിന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അതേപോലെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നമ്മുടെ ലൈവ് ക്ലാസ് നാളെ രാത്രി 7 മണിക്ക് ശേഷമായിരിക്കും നമ്മുടെ ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കുക. അതേപോലെ നമുക്ക് ലൈവിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ, അതേപോലെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. അതിനുള്ള വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. 2018 മാർച്ചിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ലിമിറ്റ് x ടെൻസ് ടു 2 ബോക്സ് x. ഇതിൻ്റെ വാല്യൂ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓപ്ഷൻസ് തന്നിട്ടുണ്ട് 2, 3, 0, ഡസ് നോട്ട് എക്സിസ്റ്റ്. നമുക്ക് ഈ ഫംഗ്ഷൻ എന്താണെന്ന് അറിയണം. ഓക്കെ, ഈ ഫംഗ്ഷൻ ഇതാണ്. ഗ്രേറ്റസ്റ്റ് ഇൻഡിജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. ഓക്കെ, എക്സോ എക്സിനേക്കാൾ താഴെയുള്ള ഏറ്റവും വലിയ ഇൻഡിജർ, അതാണ് ബോക്സ് എക്സ് എന്നുള്ള ഫംഗ്ഷന്റെ ഡെഫിനിഷൻ. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ ബോക്സ് 2 എന്നുള്ളൊരു നമ്പർ എടുത്തു. ഓക്കെ, ഇതിന്റെ വാല്യൂ എന്തായിരിക്കും? ബോക്സ് 2ന്റെ 2ഓ 2നേക്കാൾ താഴെയുള്ള ഏറ്റവും വലിയ നമ്പർ, ഏറ്റവും വലിയ ഇൻഡിജർ. ഓക്കെ, 2 ഉൾപ്പെടെ 2ന് താഴേക്കുള്ള ഏറ്റവും വലിയ നമ്പർ ഏതാണ്? 2 തന്നെ. ഓക്കെ, ഇനി 2.1 എടുത്തു. ഇതിന്റെ വാല്യൂ എന്തായിരിക്കും? 2.1ഓ അതിനേക്കാൾ താഴെയുള്ള ഏറ്റവും വലിയ ഇൻഡിജർ. 2.1ഓ അതിനേക്കാൾ താഴെയുള്ള ഏറ്റവും വലിയ ഇൻഡിജർ ഏതാണ്? 2 ആണ്. ഓക്കെ, ഇപ്പൊ ഒരു -1.5 എടുത്തു. ഓക്കെ, അപ്പോൾ -1.5ഓ അതിനേക്കാൾ താഴെയുള്ള ഏറ്റവും വലിയ എന്ത് ഇൻഡിജർ? ഓക്കെ, ഗ്രേറ്റസ്റ്റ് ഇൻഡിജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്നാ. അപ്പോൾ -1 -1.5 -2. ഓക്കെ, ഇപ്പോൾ -1.5 അതിനേക്കാൾ താഴെയുള്ള ഏറ്റവും വലിയ, ഇവിടെ -1.5 അതിനേക്കാൾ താഴെയുള്ള ഏറ്റവും വലിയ ഇൻഡിജർ ഏതാണ്? -2 ആണ് വരിക. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് നമ്മുടെ ബോക്സ് എക്സ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ബോക്സ് ഗ്രേറ്റസ്റ്റ് ഇൻഡിജർ ഫംഗ്ഷന്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എന്താ ഈ ഒരു രീതിയിലാണ് ഉണ്ടായിരിക്കുക, ഈ ഒരു സ്റ്റെപ്പ് പോലെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലിമിറ്റ്, ഒരു ഫംഗ്ഷന്റെ ലിമിറ്റ് ഒരു പോയിന്റിൽ, ഇപ്പൊ 2 എന്നുള്ള പോയിന്റിൽ ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. എന്ത് വേണം? ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യണം. അത് രണ്ടും എക്സിസ്റ്റ് ചെയ്ത് അത് രണ്ടും ഈക്വൽ ആവണം. ലെഫ്റ്റ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യണം, റൈറ്റ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യണം. അത് രണ്ടും ഈക്വൽ ആയാലേ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുള്ളൂ. ഇവിടെ നമ്മളൊരു 2 എന്നുള്ള പോയിന്റ് എടുത്തു. ഇപ്പൊ 0, 1, 2. ഈ 2 എന്നുള്ള പോയിന്റിൽ ലെഫ്റ്റിലൂടെ വരുമ്പോൾ നമുക്ക് എന്തുണ്ടാവില്ല? അവിടെ വാല്യൂ ഉണ്ടാവില്ല. റൈറ്റിലൂടെ വരുമ്പോൾ നമുക്കിവിടെ വാല്യൂ കിട്ടും. ഇപ്പൊ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും എന്തല്ല? അവിടെ ഈക്വൽ അല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ അല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഓക്കെ, ഇതായിരിക്കും ഇതിന്റെ ആൻസർ. ഓക്കെ, ബി ക്വസ്റ്റ്യൻ ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 x³ - 4x² + 4x/x² - 4. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ മിക്കവാറും ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എക്സിന്റെ വാല്യൂ 2ലേക്ക് അടുക്കുമ്പോൾ ഈ ഫംഗ്ഷന്റെ വാല്യൂ എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ജസ്റ്റ് എന്താ ചെയ്യുക? എക്സിനൊക്കെ നമ്മൾ 2 കൊടുത്ത് നോക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് 2 കൊടുത്ത് നോക്കുക. ഇപ്പൊ 2³ എന്ന് പറയുമ്പോൾ എന്താ വരിക? 8 - 4 × 2². 4 × 2² 4 ആണല്ലോ. അപ്പോൾ 4 × 4 ഓക്കെ 16 വരും. പ്ലസ് 4 × ഇവിടെ 2 വരും. എക്സിന് 2 നമ്മൾ കൊടുക്കുക. 4 × 2 എന്ന് പറയുമ്പോൾ 8 ബൈ എക്സിന് വീണ്ടും എന്ത് എടുക്കുക? 2 കൊടുക്കുക. 2² എന്ന് പറയുമ്പോൾ 4 - 4 ഓക്കെ ഈക്വൽ ടു 8ഉം 8ഉം ആഡ് ചെയ്യുമ്പോൾ 16 - 16 എന്താ? 0 ബൈ 4 - 4 എന്ന് പറയുമ്പോൾ 0. നമുക്ക് ആൻസർ ഈ രീതിയിൽ ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ 0/0 ഫോം കിട്ടിയോ? നമ്മൾ ഇതിന് എന്തെങ്കിലും സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കാനുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് 2 കൊടുക്കുമ്പോൾ എന്താണ് കിട്ടുക? 0/0. 0നെ 0 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റില്ല.
ഇപ്പോൾ സീറോനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സീറോനെ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, സീറോനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വാല്യൂ 0 ആയിരിക്കും. അതേപോലെ ഒരു നമ്പറിനെ ഏതോ നമ്പറിനെയും 0 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇൻഫിനിറ്റി അല്ലെങ്കിൽ നോട്ട് ഡിഫൈൻഡ് എന്നൊക്കെ പറയാം. ഓക്കെ, പക്ഷെ 0നെ 0 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ അതെന്താണെന്ന് നമുക്ക് പറയാൻ പറ്റൂല. ഇൻഡിറ്റർമിനേറ്റ് എന്ന് അതിന് പറയാം. ഇൻഡിറ്റർമിനേറ്റ് നമുക്ക് എന്താണെന്ന് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റൂല. അപ്പൊ ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ലിമിറ്റ് കൊടുക്കരുത് ഒരിക്കലും. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫംഗ്ഷൻ ഒന്ന് അറേഞ്ച് ചെയ്ത് മാറ്റി എഴുതുക. ഓക്കെ, അപ്പൊ നമ്മൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡിനോമിനേറ്ററിലെ എക്സിന്റെ പവർ എന്താണ് 2 ആണ്. ന്യൂമറേറ്ററിലെ എക്സിന്റെ അത് ഈ പോളിനോമിയലിന്റെ പവർ ഡിഗ്രി എന്താണ് 2 ആണ്. ഏറ്റവും വലിയ നമ്പർ 2 ആണ്. ഈ പോളിനോമിയലിന്റെ പവർ 3 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് രണ്ടിൻ്റെയും പവർ സെയിം ആക്കാൻ വേണ്ടി മേലെ നിന്ന് ഒരു എക്സിനെ പുറത്തെടുക്കുക. എക്സ് ഇൻറ്റു എക്സിനെ പുറത്തെടുക്കുമ്പോൾ ഇവിടെ ആരുണ്ടായിരിക്കും x² മൈനസ് 4 ഇൻറ്റു ഇവിടെ നിന്ന് എക്സിനെ പുറത്തെടുക്കുമ്പോൾ എക്സ് പ്ലസ് 4x എന്ന് ഒരു എക്സിനെ പുറത്തെടുക്കുമ്പോൾ ബാക്കി 4. ഓക്കെ, ഡിവൈഡ് ബൈ x² മൈനസ് ഈ 4നെ 2² എന്ന് എഴുതാലോ 2². ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തതിന് കാരണം എന്താണ്, താഴെ പവർ 2 ആണ്, ഇപ്പൊ മേലെ എന്ത് ചെയ്തു ഒരു ബ്രാക്കറ്റിൽ പവർ 2 ആയി മാറി. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് ഇൻറ്റു നമുക്കറിയാം എന്താണ് x² മൈനസ് 4x പ്ലസ് 4 എങ്ങനെ എഴുതാം, എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, x² മൈനസ് 4x പ്ലസ് 4നെ എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഡിവൈഡ് ബൈ x² മൈനസ് 2². നമുക്കറിയാം a² മൈനസ് b² എങ്ങനെ എഴുതാം, a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാം. a² മൈനസ് b² എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതാം. അപ്പം x² മൈനസ് 2²നെ എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2 എന്ന് എഴുതാം. എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2. ഇവിടുന്ന് ഒരു x² ഇവിടുന്ന് ഒരു x² എന്ത് ചെയ്തു ക്യാൻസൽ ചെയ്തു. ബാക്കി ആരാണുള്ളത് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 2 ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 2. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ് ആയിട്ട് 2 കൊടുക്കുക. 2 കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, മേലെ 2 ഇൻറ്റു 2 മൈനസ് 2 ഡിവൈഡ് ബൈ 2 പ്ലസ് 2. ഓക്കെ, മേലെ 2 മൈനസ് 2 0 ആണല്ലോ. 0 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 0. 0 ബൈ 2 പ്ലസ് 2 എന്ന് പറയുമ്പോൾ 0 ബൈ 4. അതായത് എന്താ വാല്യൂ കിട്ടുക, 0 ആണ് നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടുക. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ 0 ബൈ 0 നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ 0 ബൈ 0 കിട്ടുന്നെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിട്ട് അത് ക്യാൻസൽ ചെയ്ത് ഒഴിവാക്കാനുണ്ടായിരിക്കും. ഓക്കെ, ഈ ഒരു ടൈപ്പ് മിക്കവാറും ക്വസ്റ്റ്യനിൽ കാണാറുണ്ട്. ഓക്കെ, ഇംപ്രൂവ്മെന്റ് 2017 ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 x² മൈനസ് 2. ഓക്കെ, നമ്മൾ മേലെ ഒരു പോളിനോമിയൽ ഇപ്പൊ x² പ്ലസ് 2x പ്ലസ് 3 ബൈ എക്സ് മൈനസ് 2 അങ്ങനത്തെ മേലെ ഒരു പോളിനോമിയൽ താഴെ ഒരു പോളിനോമിയൽ അങ്ങനെ ഉണ്ടാവുമ്പോൾ നമ്മൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 ബൈ 0 കിട്ടുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കണം. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് ഈ ലിമിറ്റ് വാല്യൂ അങ്ങ് കൊടുക്കാം. എന്തായിരിക്കും വരുന്നത്, ലിമിറ്റ് എക്സ് ടെൻസ് ടു x² മൈനസ് 2 2² മൈനസ് 2. ഓക്കെ, 4 മൈനസ് 2. ഓക്കെ, 2. അപ്പോൾ x² മൈനസ് 2 ഈ ഫംഗ്ഷനിൽ എക്സിന്റെ വാല്യൂ 2ലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ 2ലേക്ക് അടുക്കുമ്പോൾ ഈ ഫംഗ്ഷന്റെ വാല്യൂ എന്തായിരിക്കും 2 ആയിരിക്കും. ഓക്കെ, ഇംപ്രൂവ്മെന്റ് 2012 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇത്ര ഓൾഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ഡിസ്കസ് ചെയ്യാൻ കാരണം നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യത്തെ 3 ക്വസ്റ്റ്യൻ ഒരു പാറ്റേൺ ആയിരിക്കും. ഓക്കെ, നേരിട്ട് ലിമിറ്റ് കൊടുക്കാൻ പറ്റാത്ത ഒരു ടൈപ്പ്, ചിലപ്പോൾ പറ്റുന്നത് ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ നേരിട്ട് 0 കൊടുത്താൽ എന്താ കിട്ടുക, ഡയറക്റ്റ് ആയിട്ട് നമ്മൾ 0 കൊടുത്തു ഈ ഫംഗ്ഷനിൽ. അപ്പോൾ എക്സിന് 0 കൊടുക്കുമ്പോൾ 0 പ്ലസ് 5 എന്ന് പറയുമ്പോൾ അതെന്തായി 5 ആയി. 5² എന്ന് പറയുമ്പോൾ എന്താ വരിക 25 മൈനസ് 25 ഇവിടെ ഉണ്ട് ബൈ എക്സിന് എന്താ ഡയറക്റ്റ് 0 കൊടുക്കുക. 25 മൈനസ് 25 എന്താണ് 0 ഡിവൈഡ് ബൈ 0. ഇപ്പോൾ 0 ബൈ 0 ഫോം വന്നല്ലോ. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് ഇൻഡിറ്റർമിനേറ്റ് ആണ്, എന്താണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റ് ആയിട്ട് 0 കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനൊന്ന് അറേഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളെങ്ങനെ അറേഞ്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഈ എക്സ് പ്ലസ് 5 ഹോൾ സ്ക്വയറിനെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ a² പ്ലസ് 2 ഇൻറ്റു 5 ഇൻറ്റു എക്സ് 10x പ്ലസ് b² എന്ന് പറയുമ്പോൾ 25. ഇവിടെ ഒരു -25 ഓൾറെഡി ഉണ്ട്. ഓക്കെ,
divided by x. Okay, this is equal to limit x tends to 0. ഈ പ്ലസ് 25 മൈനസ് 25 എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്തു, 0 ആയി പോകും. ഓക്കെ, ബാക്കി ഇവിടെ ആരുണ്ട്? എക്സ് സ്ക്വയർ പ്ലസ് 10x ബൈ എക്സ്, എക്സ് സ്ക്വയർ പ്ലസ് 10x ബൈ എക്സ്. ഇവിടെ താഴെ ഇതിൽ നമ്മൾ 0 കൊടുക്കുമ്പോൾ എന്താ വരിക? 0 പ്ലസ് 10 ഇൻറ്റു 0 എന്ന് പറയുമ്പോൾ 0, 0 ബൈ 0 എന്ന് വരും. അപ്പോൾ നേരിട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ എക്സിനെ ഇവിടെ നിന്ന് ഒഴിവാക്കുക, ഡിനോമിനേറ്റർ നിന്ന് ഒഴിവാക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? മേലെ നിന്നൊരു എക്സിനെ പുറത്തെടുക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. മേലെ നിന്നൊരു എക്സിനെ പുറത്തെടുക്കുമ്പോൾ എക്സ് ഇൻറ്റു ഇവിടെ ഒരു എക്സ് പോകുമ്പോൾ എക്സ് സ്ക്വയർ എന്താവും? എക്സ് ആവും. പ്ലസ് 10x എന്ന എക്സിനെ പുറത്തെടുക്കുമ്പോൾ അവിടെ 10 വരും ബൈ എക്സ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മേലുള്ള ഒരു എക്സും താഴെ ഒരു എക്സും ക്യാൻസൽ ചെയ്യാം. ആര് മാത്രമേ ഉള്ളൂ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് പ്ലസ് 10. ഓക്കെ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് പ്ലസ് 10. ഓക്കെ, ഇപ്പോൾ നമുക്ക് നേരിട്ട് 0 കൊടുക്കാം. ഓക്കെ, നേരിട്ട് 0 കൊടുക്കുമ്പോൾ എന്താ വരിക? 0 പ്ലസ് 10 എന്താ വാല്യൂ വരിക? 10. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഈ ചാപ്റ്ററിൽ വരുന്ന രണ്ടാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇത്. മാർച്ച് 2013 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ദി വാല്യൂ ഓഫ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ ബൈ എക്സ് മൈനസ് എ ഈസ് ഡാഷ്. അപ്പോൾ നമ്മൾ ഇത് ജനറൽ ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ഇക്വേഷൻ ആണ്. ഇത് നിങ്ങൾ കാണാതെ പഠിച്ചേക്കണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ ബൈ എക്സ് മൈനസ് എയുടെ വാല്യൂ എന്തായിരിക്കും? എൻ ഇൻറ്റു, ഓക്കെ, ഇവിടുത്തെ പവർ എന്താണോ ആ എൻ ഇൻറ്റു ഇവിടുത്തെ നമ്പർ എ ഇൻറ്റു എ റൈസ് ടു എൻ മൈനസ് 1. ഓക്കെ, അപ്പോൾ എക്സ് റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ ബൈ എക്സ് മൈനസ് എയുടെ ലിമിറ്റ് എക്സ് റൈസ് ടു എൻ്റെ വാല്യൂ എന്തായിരിക്കും? എൻ ഇൻറ്റു എ റൈസ് ടു എൻ മൈനസ് 1. ഓക്കെ, എൻ എഴുതുക, എ എഴുതുക, എൻ്റെ പവർ എന്ത് ചെയ്യുക? എന്നിൻ്റെ പവർ എന്ത് ചെയ്യുക? ഒന്ന് കുറയ്ക്കുക. ഓക്കെ, ഇതായിരിക്കും എന്ത്? നമ്മുടെ ഇക്വേഷൻ. ഇത് നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ബി പാർട്ട് നോക്കാം. ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് റൈസ് ടു 15 മൈനസ് 1 ബൈ എക്സ് റൈസ് ടു 10 മൈനസ് 1. ഓക്കെ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് റൈസ് ടു 15 മൈനസ് 1 ബൈ എക്സ് റൈസ് ടു 10 മൈനസ് 1. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കാം ഈ ഇക്വേഷനായിട്ട് ഇതിന് എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടോ നോക്കുക. ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ, അപ്പോൾ ഇവിടുത്തെ നമ്പർ ഏതാണ്? എന്നുള്ളത് 1 ആണ്. ഇവിടെ എക്സ് റൈസ് ടു എൻ ഉണ്ട്, ഇവിടെ എക്സ് റൈസ് ടു എന്നിന് പകരം ആരുണ്ട്? 15 ആണ്. ഓക്കെ, അപ്പോൾ എൻ്റെ വാല്യൂ എന്താണ്? 1 ആണ്. ഓക്കെ, എൻ്റെ വാല്യൂ ഇവിടെയും 1 ആണ്. എൻ എത്രയാണ്? എൻ 15 ആണ്. ഇപ്പോൾ ഇവിടെ 15 ഇല്ലല്ലോ എന്ന് വിചാരിക്കും, കാരണം എക്സ് റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ ഇല്ല എന്ന് ചോദിക്കും. അപ്പോൾ എക്സ് റൈസ് ടു 15 മൈനസ് 1 റൈസ് ടു 15 ഏതിന് വേണമെങ്കിൽ 1 റൈസ് ടു 15 എന്താ? 1 തന്നെയാണ്. അപ്പോൾ അതിനെ എഴുതിയില്ല എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു 15 എഴുതുക. ഓക്കെ, ഡിവൈഡ് ബൈ, ഇനി ഇവിടെ എക്സ് മൈനസ് എ എന്നുള്ളത്, അതായത് എക്സ് മൈനസ് എ, എൻ എന്നില്ല, 2 3 ഒന്നുമില്ല. ഇവിടെ പക്ഷേ എക്സ് റൈസ് ടു 10 ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ ഇതിനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യാം. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഇക്വേഷൻ്റെ ഡിനോമിനേറ്ററിൽ എപ്പോഴും എന്തായിരിക്കും? എക്സ് മൈനസ് എ ആയിരിക്കും. ഓക്കെ, ഈ ഒരു ടൈപ്പിൻ്റെ ഡിനോമിനേറ്ററിൽ ഉണ്ടായിരിക്കും എപ്പോഴും എന്തായിരിക്കും? എക്സ് മൈനസ് എ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഒരു എക്സ് മൈനസ് എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഒരു എക്സ് മൈനസ് എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഡിവൈഡ് ചെയ്യുക. ഇവിടെ എന്താ 1 അല്ലേ? അപ്പോൾ എക്സ് മൈനസ് 1 കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ അത് ബാലൻസ് ആയില്ലേ? നമ്മൾ എന്ത് ചെയ്തു? ഈ ഇക്വേഷനെ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതുന്നു. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഇതിനെങ്ങനെ എഴുതാം? എക്സ് റൈസ് ടു 15 മൈനസ് 1 റൈസ് ടു 15 ബൈ എക്സ് മൈനസ് 1 ഹോൾ ഡിവൈഡ് ബൈ, എങ്ങനെ എഴുതാം ഇതിനെ? എക്സ് റൈസ് ടു 10 മൈനസ് ഈ 1 എന്ത് ചെയ്യാം? 1 റൈസ് ടു 10 എന്ന് എഴുതി. ഇവിടെ 10 ആണെങ്കിൽ ഇവിടെ 10, ഇവിടെ 15 ആണെങ്കിൽ ഇവിടെ 15 എന്ന് എഴുതി. ഓക്കെ, 1 റൈസ് ടു 10 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 1. ഓക്കെ, അതായത് എന്ത് ചെയ്തു? നിങ്ങൾ ഈ ഒരു ടേമില്ലേ, നമ്മൾ 1/2/3/2 എങ്ങനെയാണ് ചെയ്യുക? ആദ്യം മേലുള്ള 1/2 അവിടെ അതേപോലെ കീപ്പ് ചെയ്യും. ഈ ഡിവൈഡ് ബൈ 3/2 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇൻറ്റു 3/2 തിരിക്കും, തല തിരിക്കും, 2/3 എന്ന് എഴുതും. 2ഉം ക്യാൻസൽ ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു? 1/3 എന്ന് എഴുതും. അതായത് ഫ്രാക്ഷൻസിനെ ഡിവൈഡ് എന്ത് ചെയ്താൽ മതി? തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ മൾട്ടിപ്ലൈ എന്ന് പറയുന്നത് എന്ത് ചെയ്തു? തിരിച്ചിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ടാക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ഇതിനെ ഇങ്ങോട്ടും ആക്കാൻ പറ്റും. അപ്പം
മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് എന്ത് ചെയ്തു നമ്മൾ തിരിച്ചിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ സ്റ്റെപ്പ് ഒന്ന് തിരിച്ചിടുക, ഇതിന് അതേപോലെ ഇവിടെ വെക്കുക. അപ്പോൾ നമുക്ക് എന്ത് കാണാം? എക്സ് റേസ് ടു 15 മൈനസ് 1 റേസ് ടു 15 ബൈ എക്സ് മൈനസ് 1 ഇതാ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്തു? നമ്മൾ ഇതിനെ ബാക്കിയുള്ളതിനെ തിരിച്ചിട്ടു. ഓക്കെ, ഇനി ഈ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 ഒരു ഫംഗ്ഷൻ ഡിവൈഡ് ബൈ വേറൊരു ഫംഗ്ഷൻ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ലിമിറ്റ് ഇതിനും കൊടുക്കാം, ലിമിറ്റ് ഇതിനും കൊടുക്കാം. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മേലുള്ള ഫംഗ്ഷൻ എക്സ് റേസ് ടു 15 മൈനസ് 1 റേസ് ടു 15 ബൈ എക്സ് മൈനസ് 1 divided by limit x tends to 1 x raised to 10 minus 1 raised to 10 by x minus 1. Okay, equal to നമുക്കറിയാം x raised to n minus a raised to n by x minus n ലിമിറ്റ് എന്തായിരിക്കും? n into a raised to n minus 1. അപ്പോൾ ഇതിന്റെ ലിമിറ്റ് എന്തായിരിക്കും? n എന്ന് പറഞ്ഞാൽ അവിടെ 15 ആണ്, 15 into a എന്ന് പറഞ്ഞാൽ അവിടെ 1 ആണ്, 1 raised to n minus 1, അതായത് 15 minus 1 divided by ഇവിടുത്തെ ലിമിറ്റ് എന്തായിരിക്കും? 10 into a എന്ന് പറഞ്ഞാൽ അവിടെ 1 ആണ്, 1 raised to 10 minus 1. ഓക്കെ, അപ്പോൾ 1 raised to 14 അത് വരും. 1 raised to 14 എന്ന് പറഞ്ഞാൽ ഇത് 1 ആയിരിക്കും. 15 into 1 എന്ന് പറയുമ്പോൾ 15 by 10 raised to 10 minus എന്ന് പറയുമ്പോൾ 1 raised to 10 minus 1 എന്ന് പറയുമ്പോൾ 1 raised to 9. 1 raised to എന്ത് വന്നാലും എന്താണ്? 1 ആണ്. ഓക്കെ, അപ്പോൾ 1 into 10 എന്ന് പറയുമ്പോൾ 10. അപ്പോൾ 15 by 3 എങ്ങനെ എഴുതാം? നമുക്ക് 3/2 എന്ന് എഴുതാം. ഓക്കെ, 3/2 ആയിരിക്കും എന്ത്? ഇതിൻ്റെ വാല്യൂ. ഓക്കെ, ഇനി ഈ ഒരു സ്റ്റെപ്പ് നിന്ന് എങ്ങനെ ഈ ഒരു സ്റ്റെപ്പിലേക്ക് എത്തി എന്നുള്ളത് പല കുട്ടികൾക്കും ബുദ്ധിമുട്ടായി തോന്നാം. ഞാൻ എന്ത് ചെയ്യാണ്? ഈ ഒരു സ്റ്റെപ്പിന് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് റേസ് ടു 15 മൈനസ് 1 റേസ് ടു 15 അതേപോലെ എഴുതി. എക്സ് റേസ് ടു 15 മൈനസ് 1 റേസ് ടു 15 ഡിവൈഡ് ബൈ. ഇനി നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോൾ എങ്ങനെ? ഒരു ടേം ഇൻറ്റു മറ്റൊരു ടേം ആണല്ലോ. അപ്പോൾ ഇത് നേരെ മൾട്ടിപ്ലൈ ആണ് നമ്മൾ സാധാരണ ചെയ്യുക. നമ്മൾ ഫ്രാക്ഷൻസ് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക? 1/2 ഇൻറ്റു 3/2 എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക? ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക. അതേപോലെ ഇത് മൾട്ടിപ്ലൈ ചെയ്യാനാണല്ലോ. അപ്പോൾ ഇതിനെ ഇങ്ങോട്ട് എഴുതിയാലും ഇതിനെ ഇങ്ങോട്ട് എഴുതിയാലും ഒരു പ്രശ്നമില്ല. അപ്പോൾ ഞാൻ ഇത് എക്സ് മൈനസ് 1 ഇങ്ങോട്ട് എഴുതി, ഇതിനെ അങ്ങോട്ട് എഴുതി. അപ്പോൾ എക്സ് മൈനസ് 1 ഇങ്ങോട്ട് എഴുതുക, എക്സ് മൈനസ് 1 ഇൻറ്റു മേലൊരു എക്സ് മൈനസ് 1 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ ഉള്ള ആൾ അങ്ങോട്ട് എഴുതുക, ഇതിനെ അങ്ങോട്ട് എഴുതി, ഇനി ഇതിനെ അങ്ങോട്ട് എഴുതുക, എക്സ് റേസ് ടു 10 മൈനസ് 1. ഓക്കെ, ഇനി ഇവിടെ എക്സ് റേസ് ടു 10 ഉള്ള 1 റേസ് ടു 10 എഴുതി. ഓക്കെ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 നമുക്കറിയാം എക്സ് റേസ് ടു 15 മൈനസ് 1 റേസ് ടു 15 ബൈ എക്സ് മൈനസ് 1. ഇതിന് അതേപോലെ എഴുതി. ഇൻറ്റു ഇതിനെ ഡിവൈഡ് ബൈ ആക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇൻറ്റു ഈ ടേമിനെ ഡിവൈഡ് ബൈ ആക്കുമ്പോൾ ഇതിനെ തിരിച്ചിടണം. ഈ ഒരു ടേമിനെ എന്ത് ചെയ്യുക? തിരിച്ചിടുക. ഇതിനെ തിരിച്ചിടുക എന്ന് പറയുമ്പോൾ ഇത് ന്യൂമറേറ്ററിൽ വരിക, ഇത് ഡിനോമിനേറ്ററിൽ വരിക. ഇത് ന്യൂമറേറ്റർ ആക്കുക, എക്സ് റേസ് ടു 10 മൈനസ് 1 റേസ് ടു 10 ബൈ എക്സ് മൈനസ് 1. ഓക്കെ, ഇതാണല്ലോ നമുക്കിവിടെ കിട്ടിയത്. ഈ ഒരു സാധനമാണല്ലോ നമുക്കിവിടെ കിട്ടിയത്. ഓക്കെ, ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു റിസൾട്ട് നമ്മൾ കാണാതെ പഠിച്ചു വെക്കണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് എന്തായിരിക്കും? എപ്പോഴും 1 ആയിരിക്കും. ഓക്കെ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, ഇത് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് സാൻഡ്വിച്ച് തിയറം വെച്ചിട്ടാണ്. ഇതിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത് സാൻഡ്വിച്ച് തിയറാണ്. ഓക്കെ, അത് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, നമ്മുടെ ലൈവ് ക്ലാസ്സിൽ ഞാനത് പറയും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വാല്യൂ 1 ആണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. പല പ്രൂഫിലും നമുക്ക് ആവശ്യമുള്ള, പല പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒരു സാധനമാണത്. ഓക്കെ, ഈ ഇംപ്രൂവ്മെൻറ്റ് 2013 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ടാൻ എക്സ് ബൈ എക്സ് ഈക്വൽ ടു ഡാഷ്. ഓപ്ഷൻസ് 1, -1, 0, 2. 4 വാല്യൂസ് തന്നിട്ടുണ്ട്. ലിമിറ്റ് എക്സ് ടെൻസ് 0 ടാൻ എക്സ് ബൈ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? നമ്മൾ ഡയറക്റ്റ് ആയിട്ട് 0 കൊടുത്താൽ എന്താ വരിക? ടാൻ 0/0. ടാൻ 0 0 ആണല്ലോ. അപ്പോൾ 0/0 എന്ന് വരും. അതെന്താണ്? ഇൻഡിറ്റർമിനേറ്റാ. ഓക്കെ, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് 0 കൊടുക്കുമ്പോൾ 0/0 എന്ന് വരും. അപ്പോൾ അത് ഇൻഡിറ്റർമിനേറ്റ്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് 0 കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ടാൻ ഒന്ന് മാറ്റി എഴുതുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ടാൻ എക്സ് നമുക്കറിയാം എന്താണ്? സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണല്ലോ. സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ് ടാൻ എക്സ്. ടാൻ എക്സ് നമ്മൾ സൈൻ എക്സ് ബൈ കോസ് എക്സ് എഴുതി. ഡിവൈഡ് ബൈ ഇവിടെ ആരുണ്ട്? ഒരു എക്സ് ഉണ്ടല്ലോ. എക്സിനെ x/1 എഴുതാം. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു
ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. അപ്പോൾ സൈൻ എക്സ് ബൈ കോസ് എക്സ് ഇൻറ്റു. ഇനി നമുക്കറിയാം രണ്ട് ഫ്രാക്ഷൻസ് ഡിവൈഡ് ബൈ വന്നാൽ നമുക്കറിയാം, നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഈ ഡിനോമിനേറ്ററിലെ സാധനത്തിനെ തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. നമ്മൾ ഡിവൈഡഡ് ബൈ ഒരു ഫ്രാക്ഷൻ ആണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്താൽ മതി, റെസിപ്രോക്കൽ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എക്സ് ബൈ 1 ഇപ്പോൾ ഡിവൈഡ് ബൈ എക്സ് ബൈ 1 എന്താവും, ഇൻറ്റു 1/x ആവും. ഓക്കെ, ഡിവൈഡ് ബൈ എക്സ് ബൈ 1 ഇൻറ്റു 1/x ആയി. ഓക്കെ, ഇനി നമുക്ക് അറിയാവുന്ന റിസൾട്ട് ആണ് എന്ത്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സിന്റെ വാല്യൂ 1 ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു സൈൻ എക്സ് ഡിവൈഡ് ബൈ എക്സ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതിന് നമ്മൾ ഒന്നിച്ച് എഴുതുക. അപ്പോൾ ഈ എക്സിനെ എങ്ങോട്ട് കൊണ്ടുവരിക, ഈ എക്സ് കോസ് എക്സിനെ അങ്ങോട്ട് മാറ്റി എഴുതുക. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ഇൻറ്റു 1/cos എക്സ്. ഓക്കെ, ഈ എക്സിന് ഇവിടെ എഴുതി, കോസ് എക്സിന് അങ്ങോട്ട് എഴുതി. കാരണം എന്താ, മൾട്ടിപ്ലൈ ചെയ്യാനല്ലേ, ന്യൂമറേറ്റർ തമ്മിലാണ് മൾട്ടിപ്ലിക്കേഷൻ, ഡിനോമിനേറ്റർ തമ്മിലാണ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഒരു പ്രശ്നവുമില്ല, അടിയുള്ള ലൈൻ ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ മാറ്റി എഴുതാം, നോ പ്രോബ്ലം. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പൊ രണ്ട് ഫംഗ്ഷൻ ആണല്ലോ, സൈൻ എക്സ് ബൈ എക്സ് ഒരു ഫംഗ്ഷൻ ആണ്, 1/cos എക്സ് വേറൊരു ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ആയിട്ട് ലിമിറ്റ് കൊടുക്കാം. ലിമിറ്റിന്റെ ഒരു പ്രോപ്പർട്ടി ആണത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1/cos എക്സ്. ഓക്കെ, ലിമിറ്റ് എക്സ് ടെൻസ് 0 സൈൻ എക്സ് ബൈ എക്സിന്റെ വാല്യൂ എന്താണ്, ഇതാ 1 ആണ് നമുക്കറിയാം. അപ്പോൾ 1 ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് 0 1/cos എക്സ്. നമ്മൾ എക്സിന് 0 കൊടുത്തു നോക്കാം, 1/cos 0. ഓക്കെ, 1 ഇൻറ്റു കോസ് 0ന്റെ വാല്യൂ എന്താണ്, 1 ആണെന്ന് അറിയാലോ. അപ്പോൾ 1/1 എന്ന് പറയുമ്പോൾ 1. അപ്പോൾ 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ ഇതിന്റെ വാല്യൂ എന്തായിരിക്കും, ലിമിറ്റ് എക്സ് ടെൻസ് 0 ടാൻ എക്സ് ബൈ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും, 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ റിസൾട്ട് നമ്മൾ കാണാതെ പഠിച്ചു വെക്കണം. ഓക്കെ, ഇംപ്രൂവ്മെന്റ് 2017 ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദി ഡെറിവേറ്റീവ് ഓഫ് 1/x ഫ്രം ദി ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഓക്കെ, ഫസ്റ്റ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ട് 1/x എന്നുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് കാണണം. ഓക്കെ, അപ്പോൾ എന്താണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് അറിയണം. ഓക്കെ, ഇപ്പോൾ എഫ് എന്നുള്ളൊരു ഫംഗ്ഷൻ്റെ എക്സ് എന്നുള്ള പോയിന്റിൽ ഡെറിവേറ്റീവ് എങ്ങനെ കാണാൻ നോക്കാം. ഓക്കെ, അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എഫ് ഡാഷ് ഓഫ് എക്സ് എന്നാണ്. ഓക്കെ, എഫ് എന്നുള്ള ഫംഗ്ഷൻ്റെ എക്സ് എന്നുള്ള പോയിന്റിലെ ഡെറിവേറ്റീവിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എഫ് ഡാഷ് ഓഫ് എക്സ്. ഓക്കെ, ഇനി അതെന്തായിരിക്കും, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ എച്ച്. ഓക്കെ, അതായത് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് കാണും. ഓക്കെ, എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എഫ് ഓഫ് എക്സ് സബ്ട്രാക്ട് ചെയ്യുക, അതിന് എച്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇതൊരു സിംഗിൾ ഫംഗ്ഷൻ ആണല്ലോ. ഈ ഫംഗ്ഷനിൽ എച്ചിൻ്റെ വാല്യൂ 0ലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കുമോ അതായിരിക്കും എന്ത്, എഫ് എന്നുള്ള ഫംഗ്ഷൻ്റെ എക്സ് എന്നുള്ള പോയിന്റിലുള്ള ഡെറിവേറ്റീവ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫംഗ്ഷൻ ഏതാണ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x ആണ്. ഓക്കെ, ഇവിടെ എന്തൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാനുണ്ടാവും, എഫ് ഓഫ് എക്സ് ഇവിടെ ഉണ്ട് 1/x. ഇനി എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്തായിരിക്കും, എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ 1/x, എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് ആണെങ്കിൽ 1/x പ്ലസ് എച്ച്. ഓക്കെ, അപ്പോൾ ഇവിടെ ഉള്ള ഇക്വേഷനിൽ കൊടുക്കേണ്ട എഫ് ഓഫ് എക്സ് നമുക്കറിയാം, എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് നമുക്കറിയാം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ഡെഫിനിഷനിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറയുമ്പോൾ ആരാണ്, 1/x പ്ലസ് എച്ച്, 1/x പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ 1/x ഹോൾ ഡിവൈഡ് ബൈ എച്ച്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഒരു 1/h ഉണ്ടല്ലോ, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മാറ്റി നിർത്തുക. അപ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1/h നമ്മൾ എന്ത് ചെയ്തു, മാറ്റി നിർത്തി. ഓക്കെ, ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് 1/x പ്ലസ് എച്ച് മൈനസ് 1/x ആണല്ലോ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 1 ഇൻറ്റു എക്സ് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് എച്ച് എക്സ് പ്ലസ് എച്ച്. ഓക്കെ, ഡിവൈഡ് ബൈ എക്സ് പ്ലസ് എച്ച് ഇൻറ്റു എക്സ് പ്ലസ് എച്ച് ഇൻറ്റു എക്സ്. ഓക്കെ, എക്സ് പ്ലസ് എച്ച് ഇൻറ്റു എക്സ്. ഓക്കെ, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1/h ഇൻറ്റു. ഓക്കെ, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1/h ഇൻറ്റു നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ മൈനസ് കൊടുക്കുക, എക്സ് ഇവിടെ നിന്നാവും, ഈ മൈനസ് ഉള്ളിലേക്ക് വരുമ്പോൾ മൈനസ് എക്സ്, ഈ മൈനസ് ഉള്ളിലേക്ക് വരുമ്പോൾ മൈനസ് എച്ച്.
ഓക്കെ, ഡിവൈഡ് ബൈ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് എച്ച് ഇൻറ്റു എക്സ് എക്സ് എച്ച്. ഓക്കെ, ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1 ബൈ എച്ച് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ഉണ്ടാവും 0 ആവും. അപ്പോൾ മേലെ ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ മൈനസ് എച്ച് ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് എച്ച്. ഓക്കെ, ഇവിടെ ഒരു എച്ച് ഉണ്ട്, ഇവിടെ ഒരു എച്ച് ഉണ്ട്, നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0, ഇവിടെ ആര് മാത്രമേ ഉള്ളൂ, -1, മേലെ -1, ന്യൂമറേറ്ററിൽ -1 ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് എച്ച്. നമ്മൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ് ആയിട്ട് എച്ചിന് 0 കൊടുക്കുക. എച്ചിന് 0 കൊടുക്കുമ്പോൾ എച്ച് ഉള്ള ടേം ഏത് മാത്രമേ ഉള്ളൂ, ഈ ഒരു ടേം. അപ്പോൾ എന്ത് ചെയ്യും, എച്ചിന് 0 കൊടുക്കുമ്പോൾ അത് പോവും, എക്സ് ഇൻറ്റു 0 എന്ന് പറയുമ്പോൾ അത് പോവും, ബാക്കി ആരാ വരിക, -1 ബൈ എക്സ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ബൈ എക്സ് എന്നുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, -1 ബൈ എക്സ് സ്ക്വയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് പ്രിൻസിപ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ട് ഇത്തരം സിമ്പിളായിട്ടുള്ള ഏതെങ്കിലും ഫംഗ്ഷൻ ഓക്കെ ക്വസ്റ്റ്യന് സ്ഥിരമായിട്ട് വരാറുണ്ട്. ഇനി നമുക്ക് സൈൻ എക്സിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഇത് വെച്ച് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, മാർച്ച് 2017 എന്ന ക്വസ്റ്റ്യൻ ആണ്, സ്ഥിരമായിട്ട് നമ്മളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദി ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ബൈ യൂസിങ് ദി ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഓക്കെ, ഫസ്റ്റ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് എന്നുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ഇക്വേഷൻ ഇതാണ്, സൈൻ എ മൈനസ് സൈൻ ബി ഈക്വൽ ടു 2 cos a പ്ലസ് ബി ബൈ 2 ഇൻറ്റു സൈൻ എ മൈനസ് ബി ബൈ 2. ഓക്കെ, ഇത് നമ്മൾ ഓർത്ത് വെക്കുക. ഓക്കെ, നമുക്കിതിൽ അപ്ലൈ ചെയ്യാനുള്ള ഒരു ഇക്വേഷനാണ്. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു ഫസ്റ്റ് പ്രിൻസിപ്പിൾ, എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. നമുക്ക് എന്ത് ചെയ്യണം, എഫ് ഓഫ് എക്സ് എന്താണെന്ന് നോക്കാം. എഫ് ഓഫ് എക്സ് എന്താണ്, സൈൻ എക്സ് ആണല്ലോ. ഓക്കെ, നമ്മുടെ എഫ് ഓഫ് എക്സ് എന്താണ്, സൈൻ എക്സ് ആണ്. ഇനി എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് ഇവിടെ ഉണ്ട്, അപ്പോൾ എന്തായിരിക്കും, എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്ന് പറയുമ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് ആണ് സൈൻ എക്സ്, ഇവിടെ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് ആണെങ്കിൽ സൈൻ ഓഫ്, ഇവിടെ എക്സ് ആണ്, ഇവിടെ എക്സ്, ഇവിടെ എക്സ് പ്ലസ് എച്ച് ആണെങ്കിൽ ഇവിടെ എക്സ് പ്ലസ് എച്ച്. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സ് എന്താണ്, നമ്മുടെ ഇക്വേഷനുള്ള നമ്മുടെ ഇക്വേഷനിൽ എഫ് ഓഫ് എക്സ് സൈൻ എക്സ് ആണ്, എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് സൈൻ എക്സ് പ്ലസ് എച്ച് ആണ്. ഓക്കെ, ഈ രണ്ട് കാര്യം കിട്ടി, നമ്മൾ എന്ത് ചെയ്യാം, ഇക്വേഷനിൽ പുട്ട് ചെയ്യാം. ഓക്കെ, സോ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ഓക്കെ, എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്താണ്, സൈൻ എക്സ് പ്ലസ് എച്ച്, സൈൻ എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് എന്താണ്, സൈൻ എക്സ്. ഓക്കെ, ഡിവൈഡ് ബൈ എച്ച്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, സൈൻ എ മൈനസ് സൈൻ ബി ഫോമിലായി. ഓക്കെ, സൈൻ എ മൈനസ് സൈൻ ബി ഫോം നമുക്ക് കിട്ടി. ഓക്കെ, സൈൻ ഓഫ് എ മൈനസ് സൈൻ ഓഫ് ബി. ഓക്കെ, അപ്പോൾ ഇവിടെ എക്ക് പകരം ആരാണുള്ളത്, എക്സ് പ്ലസ് എച്ച് ആണ്, ബിക്ക് പകരം ആരാണുള്ളത്, എക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എക്ക് പകരം എക്സ് പ്ലസ് എച്ച് ആണ്. ഓക്കെ, ബിക്ക് പകരം എക്സ് ആണ്. ഓക്കെ, ഈ ഇക്വേഷനിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ സൈൻ എ മൈനസ് സൈൻ ബി, സൈൻ എ മൈനസ് സൈൻ ബി, അപ്പോൾ എക്ക് പകരം എക്സ് പ്ലസ് എച്ച് ആണ്, ബിക്ക് പകരം എക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും, ദിസ് ഈസ് ഈക്വൽ ടു, ഓക്കെ നമ്മളിവിടെ ഓർത്ത് വെക്കുക, ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ഓക്കെ, അപ്പോൾ സൈൻ എ മൈനസ് സൈൻ ബി, സൈൻ എ മൈനസ് സൈൻ ബി എങ്ങനെ എഴുതാം, 2 cos a പ്ലസ് ബി ബൈ 2 ഇൻറ്റു സൈൻ എ മൈനസ് ബി ബൈ 2, 2 cos a പ്ലസ് ബി ബൈ 2, അത് എ പ്ലസ് ബി, ആദ്യം എക്സ് പ്ലസ് എച്ച് പ്ലസ് എക്സ് എന്ന് വരും, അപ്പോൾ എന്താ വരിക, 2x പ്ലസ് എച്ച്. ഓക്കെ, എ പ്ലസ് ബി ചെയ്യണ്ടേ, എ പ്ലസ് ബി ബൈ 2 ചെയ്യണം, അപ്പോൾ എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് എച്ച് പ്ലസ് എക്സ്, അപ്പോൾ 2x പ്ലസ് എച്ച് ഡിവൈഡ് ബൈ 2 ഇൻറ്റു സൈൻ എ മൈനസ് ബി ബൈ 2. എ മൈനസ് ബി എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സ്, ഈ എക്സും ക്യാൻസൽ ചെയ്തു, എച്ച് മാത്രം ഉണ്ടാവും, സൈൻ എച്ച് ബൈ 2. ഓക്കെ, ഈ ബൈ 2 ഇവിടെ ഉള്ളതാണ്. ഓക്കെ, ഡിവൈഡ് ബൈ ആരുണ്ട് ഇവിടെ ഇക്വേഷനിൽ, എച്ച് ഉണ്ട്, എച്ച്. ഓക്കെ, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ഇനി ഇവിടെ ഒരു 2നെ കാണാം, ആ ഇൻറ്റു 2 നമ്മൾ എന്ത് ചെയ്യുക, താഴേക്ക് കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഈ എച്ച് ഉള്ളത് എന്താവും, എച്ച് ബൈ 2 ആയി. ഓക്കെ, ഇനി ഇവിടെ ആരാളത്, കോസ് ഓഫ് ഈ 2x
പ്ലസ് എച്ച് ബൈ ടൂല് ഈ 2 എന്താണ് 2x-ൻ്റെ ഡിനോമിനേറ്ററാണ് h-ൻ്റെ ഡിനോമിനേറ്ററാണ്. അപ്പോൾ സെപ്പറേറ്റ് നമ്മൾ ഡിനോമിനേറ്റർ കൊടുക്കുക. 2x/2 എന്ന് പറയുമ്പോൾ 2 × 2 ക്യാൻസൽ ചെയ്ത് എന്ത് വരും എക്സ് പ്ലസ് ഇവിടെ h/2 ഓക്കെ ഇൻറ്റു സൈൻ h/2 ഓക്കെ. നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഇവിടെ ഒരു റിസൾട്ട് ഉണ്ട് എന്താ സൈൻ h/2/h/2. നമുക്കറിയാം സൈൻ x/x-ൻ്റെ ലിമിറ്റ് എന്താണ്, ലിമിറ്റ് x ടെൻസ് ടു 0 സൈൻ x/x-ൻ്റെ വാല്യൂ 1 ആണ്. ഓക്കെ, ഇപ്പോൾ ലിമിറ്റ് h ടെൻസ് ടു 0 സൈൻ h/2/h/2ൻ്റെ വാല്യൂ എന്തായിരിക്കും 1 ആയിരിക്കും. ഓക്കെ, ആ റിസൾട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെയുള്ള 2നെ താഴേക്ക് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ലിമിറ്റ് ഈ ഒരു ടേമിനും കൊടുക്കുക, അതേപോലെ ലിമിറ്റ് ഈ ഒരു ടേമിനും കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഇതിന് ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് h ടെൻസ് ടു 0 കോസ് എക്സ് പ്ലസ് h/2 ഇൻറ്റു എന്ത് ചെയ്യുക, ലിമിറ്റ് ഇതിന് കൊടുക്കുക. ഓക്കെ, ലിമിറ്റിൻ്റെ പ്രോപ്പർട്ടി എന്താണ്, എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സിന് ലിമിറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ലിമിറ്റ് കൊടുക്കാം. ലിമിറ്റ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ലിമിറ്റ് ജി ഓഫ് എക്സ് എന്ന് കൊടുക്കാം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ രണ്ട് ഫംഗ്ഷൻ, ഇതിനൊരു ഫംഗ്ഷനായിട്ട് എടുത്തു, ഇതിനൊരു ഫംഗ്ഷനായിട്ട് എടുത്തു. അപ്പോൾ എന്ത് ചെയ്യുക, ലിമിറ്റ് ഇതൊറ്റ ഒന്നിച്ചാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ എന്ത് ചെയ്യുക, ഇതിനും ലിമിറ്റ് കൊടുക്കുക, ഇതിനും ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ഇതിന് ലിമിറ്റ് കൊടുത്തു, ദിസ് ഇൻറ്റു, ഇനി ഇതിന് ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് ഞാൻ ഇവിടെ സ്ഥലമില്ലാത്തത് കൊണ്ട് താഴേക്കാണ് എഴുതുന്നത്, ഇൻറ്റു ലിമിറ്റ് h ടെൻസ് ടു 0 ആരുണ്ട് സൈൻ h/2/h/2. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 സൈൻ h/2/h/2ൻ്റെ വാല്യൂ എന്താണ് 1 ആണല്ലോ നമുക്കറിയാം. ഓക്കെ, സോ 1 ഇൻറ്റു ഓക്കെ, ഇനി കോസ് ഓഫ് എക്സ് പ്ലസ് h/2ല് h ടെൻസ് ടു 0 നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ കോസിൽ h-ൻ്റെ വാല്യൂ 0 ആകുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, കോസ് ഓഫ് എക്സ് പ്ലസ് 0 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, കോസ് എക്സ്. ഓക്കെ, അപ്പോൾ കോസ് എക്സ് ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ എന്താണ് വരിക, കോസ് എക്സ്. ഓക്കെ, സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് എന്നുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും, കോസ് എക്സ് ആയിരിക്കും. ഓക്കെ, ഇനി പല വർഷങ്ങളിലായിട്ട് എ പാർട്ട് ബി പാർട്ട് അങ്ങനത്തെ ചെറിയ ചെറിയ പാർട്ടുകൾ ചോദിച്ചാൽ 1 വേർഡിൽ എഴുതാൻ പറ്റിയ ചില ക്വസ്റ്റ്യൻസ് ആണ്. വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊക്കെ പ്രീവിയസ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, d/dx ഓഫ് x റേസ് ടു n, x റേസ് ടു n-ൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം എന്തായിരിക്കും, x റേസ് ടു n എന്നത് n ഇൻറ്റു x റേസ് ടു n-1. ഓക്കെ, ഇപ്പോൾ എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും, എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 3, ഈ 3നെ എവിടെ എഴുതുക, ഇൻറ്റു x റേസ് ടു 3-1, അതായത് 3 ഇൻറ്റു x റേസ് ടു 2, 3x² ആയിരിക്കും എന്ത്, എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ്. ഓക്കെ, അതുപോലെ d/dx ഓഫ് ടാൻ എക്സ്, ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് sec²x ആയിരിക്കും. ഓക്കെ, നിങ്ങൾ കാണാതെ ഓർത്ത് നോക്കുക. ഓക്കെ, sec²x ആയിരിക്കും എന്ത്, ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ്. ഓക്കെ, ഇനി d/dx ഓഫ് മൈനസ് സൈൻ എക്സ്, നമുക്കറിയാം സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, കോസ് എക്സ് ആണ്. ഓക്കെ, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്, ഇവിടെ ഒരു മൈനസ് കൂടല്ലേ, അപ്പോൾ മൈനസ് കോസ് എക്സ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് മൈനസ് 5. ഓക്കെ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് മൈനസ് 5ൻ്റെ ഡെറിവേറ്റീവ് കാണും. ഓക്കെ, അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു dy/dx ഈക്വൽ ടു, ഓക്കെ, എഫ് ഡാഷ് ഓഫ് എക്സിന് നമ്മൾ dy/dx എന്നും കൂടെ എഴുതാറുണ്ട്. ഓക്കെ, എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു dy/dx ഈക്വൽ ടു കോസിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, നമുക്കറിയാം മൈനസ് സൈൻ ആണ്. ഓക്കെ, കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് ആണ്. ഓക്കെ, ഇവിടെ കോസ് ഓഫ് എക്സ് മൈനസ് 5ൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും, മൈനസ് സൈൻ ഓഫ് എക്സ് മൈനസ് 5, മൈനസ് സൈൻ ഓഫ് എക്സ് മൈനസ് 5. ഇതിവിടെ സ്റ്റോപ്പ് ചെയ്യരുത്. ഓക്കെ, നമ്മൾ കോസിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, മൈനസ് സൈൻ ആണ്, ഉള്ളിലുള്ളതിന് അതേപോലെ എഴുതി, ഇൻറ്റു നമ്മൾ എന്ത് കൂടെ ചെയ്യണം, ഈ ബ്രാക്കറ്റിനുള്ള എക്സ് മൈനസ് 5ൻ്റെ ഡെറിവേറ്റീവ് കൂടെ നമ്മൾ എഴുതണം, ഇൻറ്റു എക്സ് മൈനസ് 5ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് 1 മൈനസ് 5ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, കോൺസ്റ്റന്റ് നമ്പറിൻ്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. ഓക്കെ, 1 മൈനസ് 0, ഇവിടെ 1 മൈനസ് 0 എന്ന് പറഞ്ഞാൽ എന്താണ് 1. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, മൈനസ് സൈൻ ഓഫ് എക്സ് മൈനസ് 5 ആയിരിക്കും എന്ത്, കോസ് എക്സ് മൈനസ് 5ൻ്റെ ഡെറിവേറ്റീവ്. ഓക്കെ, ഇനി മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, ഇംപ്രൂവ്മെൻറ്റ് 2018 ചോദിച്ചാൽ മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു സൈൻ എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഓക്കെ,
അപ്പോൾ എഫ് ഓഫ് എക്സ് ഇക്വൽ ടു എക്സ് ഇൻറ്റു സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കാണണം. ഓക്കെ, നമ്മളിവിടെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും എക്സ് എന്നുള്ളതൊരു ഫംഗ്ഷനാണ്, സൈൻ എക്സ് എന്നുള്ളത് എന്താണ് ഒരു ഫംഗ്ഷനാണ്. അതായത് രണ്ട് ഫംഗ്ഷൻ്റെ പ്രൊഡക്റ്റ് ആയിട്ടാണ് എന്തുള്ളത് എഫ് ഓഫ് എക്സ് ഉള്ളത്. ഓക്കെ, അത് നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു ഫോർമുല ഉണ്ട്. എന്താണ് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്. ഓക്കെ, അതായത് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് എന്താണ് എഫ് ഓഫ് എക്സ് എന്നുള്ളൊരു ഫംഗ്ഷനാണ്, ജി ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷനാണ്. ഈ രണ്ട് ഫംഗ്ഷൻ്റെ പ്രൊഡക്റ്റ് അതാണ് ഇൻറ്റു എന്നുള്ളത്. ഓക്കെ, എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്, ഈ രണ്ട് ഫംഗ്ഷൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഡെറിവേറ്റീവ് അതെന്തായിരിക്കും നോക്കാം. ഇതിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. അതെന്ത് ചെയ്യാം, എഫ് ഓഫ് എക്സിന് അതേപോലെ എഴുതുക ഇൻറ്റു ആദ്യം ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, അതെ ജി എ. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് ജി ഓഫ് എക്സ് പ്ലസ് ഇവിടെ എഫ് നമ്മളൊന്നും ചെയ്തില്ലല്ലോ, അടുത്ത നമ്മൾ എന്ത് ചെയ്യുക എഫിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഇനി ഈ ടേമിൽ നമ്മൾ ജീനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തു. അപ്പോൾ അടുത്ത ടേമിൽ ജീനെ വെറുതെ വെക്കുക. ഓക്കെ, ജി ഓഫ് എക്സ്. അപ്പോൾ ഇതിനെ ഈ ജി ഓഫ് എക്സിന് ആദ്യം എഴുതുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ജി ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റിൻ്റെ ഡെറിവേറ്റീവ് കാണുന്നത് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ജി ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ എന്താണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു സൈൻ എക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ആദ്യത്തിന് നമ്മൾ അതേപോലെ നിർത്തുക. ഓക്കെ, ഫസ്റ്റ് ഫംഗ്ഷനെ അതേപോലെ നിർത്തുക. അപ്പോൾ എക്സിനെ അതേപോലെ നിർത്തുക ഇൻറ്റു ആരെ ചെയ്യുക ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് പ്ലസ്. ഓക്കെ, ഇവിടെ എക്സിനെ അതേപോലെ നിർത്തി സൈൻ എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യുക സൈൻ എക്സിനെ അവിടെ നിർത്തുക, സൈൻ എക്സ് ഇൻറ്റു ആരെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്. ഓക്കെ, ഇവിടെ എക്സ് ഇൻറ്റു സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് കോസ് എക്സ് ആണല്ലോ, കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ ഡി എക്സിനെ ഡി എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നല്ലേ മീനിങ്. അതായത് എക്സിന് ഡെറിവേറ്റീവ് ആണ് ചോദിച്ചത്, എക്സിന് ഡെറിവേറ്റീവ് എന്താ 1. ഓക്കെ, 1. അപ്പോൾ എക്സ് ഇൻറ്റു കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് കോസ് എക്സ്. ഓക്കെ, എക്സ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ സൈൻ എക്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് എക്സ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ്. ഓക്കെ, നമ്മുടെ മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, മാർച്ച് 2018 ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ് ഇഫ് വൈ ഈക്വൽ ടു എക്സ് റേസ് ടു 5 മൈനസ് കോസ് എക്സ് ഡിവൈഡ് ബൈ സൈൻ എക്സ്. ഓക്കെ, ഇപ്പോൾ വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാം എഫ് ഓഫ് എക്സ് ആണെന്ന് അറിയാം. ഓക്കെ, വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ്. ഓക്കെ, അപ്പോൾ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ്. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് എക്സ് റേസ് ടു 5 മൈനസ് കോസ് എക്സ് ഡിവൈഡ് ബൈ സൈൻ എക്സ്. ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാണണം. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിച്ചറിയാൻ പറ്റും മേലെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, താഴെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇത്തരം ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ജി ഓഫ് എക്സ്. ഓക്കെ, അതായത് മേലൊരു ഫംഗ്ഷൻ ഉണ്ട് എഫ് ഓഫ് എക്സ്, താഴെ ഒരു ഫംഗ്ഷൻ ഉണ്ട് ജി ഓഫ് എക്സ്. ഇത്തരം ഫംഗ്ഷൻ്റെ അതായത് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എന്നുള്ള തരത്തിലുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. ഇത് കാണാതെ പഠിക്കാനൊരു ഐഡിയ ഉണ്ട്. ഓക്കെ, താഴെ എന്താണുള്ളത് അതിൻ്റെ സ്ക്വയർ ചെയ്യുക, ജി ഓഫ് എക്സിൻ്റെ സ്ക്വയർ. ഓക്കെ, ഇനി ഇവിടെ ജി ഓഫ് എക്സിൻ്റെ സ്ക്വയർ അല്ലേ, ഇനി നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ ജിന്ന് സ്റ്റാർട്ട് ചെയ്യുക, ജി ഓഫ് എക്സ് ഇൻറ്റു ഇനി ആരെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക എഫ് ഓഫ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് ഇക്വേഷനിൽ മൈനസ് ആണ് പ്രത്യേകം ശ്രദ്ധിക്കുക മൈനസ്. ഇനി ആരെ ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്തു എഫ് ഓഫ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തു, എഫും ജി ഉണ്ട്, എഫിനെ ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്തു, ജീനെ വെറുതെ വെച്ചു. അപ്പോൾ എഫിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തു, അവിടെ നെക്സ്റ്റ് ടൈം എന്ത് ചെയ്യുക എഫ് ഓഫ് എക്സിനെ ഒന്നും ചെയ്യേണ്ട, ഇവിടെ ജി വെറുതെ കിടക്കല്ലേ, അപ്പോൾ എന്ത് ചെയ്യുക ജീനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക ഡി ബൈ ഡി എക്സ് ഓഫ് ജി ഓഫ് എക്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ എഫ് ആരാണ് എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ ആരാണ് മേലെ, എഫ് ഓഫ് എക്സ് ആരാണ് മേലുള്ള ഫംഗ്ഷനാണ്, ജി ഓഫ് എക്സ് ആരാണ് താഴെയുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ആരാണ് എക്സ് റേസ് ടു 5 മൈനസ് കോസ് എക്സ്, ജി ഓഫ് എക്സ് ആരാണ് താഴെയുള്ള ഫംഗ്ഷൻ സൈൻ എക്സ്. ഓക്കെ, ഇതെന്ത് ചെയ്യുക എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ജി ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ത് ചെയ്യുക ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് വൈ അതായത് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ് വരിക ജി ഓഫ് എക്സ് ഇൻറ്റു
അതായത് സൈൻ എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ്, അതായത് ഇതിൻ്റെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു 5 മൈനസ് കോസ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു അതായത് എക്സ് റേസ് ടു 5 മൈനസ് കോസ് എക്സ് ഇൻറ്റു ഓക്കെ. ഇവിടെ എക്സ് റേസ് ടു 5 മൈനസ് കോസ് എക്സ് ഒരു സിംഗിൾ ടേം ആയതുകൊണ്ട് ഇതിവിടെ ബ്രാക്കറ്റ് ചെയ്യണം നിങ്ങൾ. ഓക്കെ, കാരണം എന്താ, ഇക്വേഷനിൽ ഒരു മൈനസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ബ്രാക്കറ്റ് നിർബന്ധമായിട്ടും ചെയ്യണം. ഇൻറ്റു എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ജി ഓഫ് എക്സ്, ഡി ബൈ ഡി എക്സ് ഓഫ് ജി ഓഫ് എക്സ് ആരാണ്, സൈൻ എക്സ്, ഹോൾ ഡിവൈഡ് ബൈ ആരുണ്ട്, ജി ഓഫ് എക്സ് സ്ക്വയർ, ജി ഓഫ് എക്സ് ആരാണ്, സൈൻ എക്സ്, അപ്പോൾ സൈൻ എക്സിൻ്റെ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യുക. സൈൻ എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു 5 മൈനസ് കോസ് എക്സ്. അപ്പോൾ എക്സ് റേസ് ടു 5നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, മൈനസ് കോസ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഓക്കെ, എക്സ് റേസ് ടു 5ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, 5 എക്സ് റേസ് ടു 5ൻ്റെത് 5 എക്സ് റേസ് ടു 4 എന്ന് വരും. ഓക്കെ, എക്സ് റേസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, എൻ എക്സ് റേസ് ടു n മൈനസ് 1 ആണ്. ഓക്കെ, ആ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട് എക്സ് റേസ് ടു 5ൻ്റെത് 5 എക്സ് റേസ് ടു 5 മൈനസ് 1, അതായത് 4 എന്ന് വരും, മൈനസ്. അപ്പോൾ നമ്മളിവിടെ സൈൻ എക്സിൻ്റെ ഒരു ബ്രാക്കറ്റ് ഇടണം. സൈൻ എക്സ് കഴിഞ്ഞിട്ട് ഒരു ബ്രാക്കറ്റ് ഇടുക, സൈൻ എക്സ് ഇൻറ്റു, കാരണം എന്താ ഇവിടെ 2 ടേം ഉണ്ട്, അതുകൊണ്ട് ബ്രാക്കറ്റ് ചെയ്യുക. 5 എക്സ് റേസ് ടു 4 മൈനസ് കോസ് എക്സിൻ്റെ ആരാണ്, കോസ് എക്സിൻ്റെത് മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ മൈനസ് മൈനസ് എന്താവും, പ്ലസ് ആവും. ഓക്കെ, അപ്പോൾ കോസിൻ്റെത് എന്തായി, മൈനസ് സൈൻ എക്സ്. അപ്പോൾ ഇവിടെ മൈനസ് ഉണ്ട്, മൈനസ് മൈനസ് പ്ലസ് ആയി, പ്ലസ് സൈൻ എക്സ് മൈനസ്. ഇനി ഈ ടേം അതേപോലെ എഴുതുക, എക്സ് റേസ് ടു 5 മൈനസ് കോസ് എക്സ് ഇൻറ്റു സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, കോസ് എക്സ് ആണ്, ഹോൾ ഡിവൈഡ് ബൈ, ഓക്കെ, ഹോൾ ഡിവൈഡ് ബൈ സൈൻ എക്സ് ഹോൾ സ്ക്വയറിനെ സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാം. ഓക്കെ, സൈൻ സ്ക്വയർ എക്സ് ദിസ് ഈസ് ഈക്വൽ ടു 5 എക്സ് റേസ് ടു 4 ഇൻറ്റു സൈൻ എക്സ് എന്ന് പറയുമ്പോൾ 5 എക്സ് റേസ് ടു 4 സൈൻ എക്സ്. ഇനി സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്ന് പറയുമ്പോൾ സൈൻ സ്ക്വയർ എക്സ്. ഓക്കെ, ഈ മൈനസിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. ആദ്യം മുന്നോടിയായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ മൈനസിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക, അതുപോലെ ഈ കോസിനെ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ മൈനസ് എക്സ് റേസ് ടു 5 ഇൻറ്റു കോസ് എക്സ്, അപ്പോൾ മൈനസ് എക്സ് റേസ് ടു 5 ഇൻറ്റു കോസ് എക്സ്. ഇനി മൈനസ് ഇൻറ്റു, ഇനി ഇതിനോട് മൾട്ടിപ്ലൈ ചെയ്ത്, ഇനി ഇതിനോട് മൾട്ടിപ്ലൈ ചെയ്യുക, മൈനസ് ഇനി മൈനസ് എന്താവും, പ്ലസ് കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ്, കോസ് സ്ക്വയർ എക്സ്, ഹോൾ ഡിവൈഡ് ബൈ സൈൻ സ്ക്വയർ എക്സ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡെറിവേറ്റീവ് ഉള്ളത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ചെറുതാക്കാം. കാരണം എന്താ, ഇവിടെ ഒരു സൈൻ സ്ക്വയർ എക്സ് കാണാം, ഇവിടെ ഒരു കോസ് സ്ക്വയർ എക്സ് കാണാം. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സിൻ്റെ വാല്യൂ എന്താണ്, 1 ആണ് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ അത് 1 ആയി പോകും. ബാക്കി ആരുണ്ടാവുക, ബാക്കി ലാസ്റ്റ് സ്റ്റെപ്പിന് ഞാൻ ഇവിടേക്ക് മാറ്റി എഴുതാൻ പോവാണ്. ഇവിടേക്ക് മാറ്റി എഴുതാം ലാസ്റ്റ് സ്റ്റെപ്പിന്. അപ്പോൾ മേലെ 5 എക്സ് റേസ് ടു 4 സൈൻ എക്സ്, 5 എക്സ് റേസ് ടു 4 സൈൻ എക്സ്. ഓക്കെ, അപ്പോൾ സൈൻ സ്ക്വയർ എക്സും കോസ് സ്ക്വയർ എക്സും ആയി, സം ചെയ്തപ്പോൾ 1 ആയി, പ്ലസ് 1. ഓക്കെ, ബാക്കി ആരുണ്ട്, മൈനസ് എക്സ് റേസ് ടു 5 കോസ് എക്സ്, മൈനസ് എക്സ് റേസ് ടു 5 കോസ് എക്സ്, ഹോൾ ഡിവൈഡ് ബൈ ആരുണ്ട്, സൈൻ സ്ക്വയർ എക്സ്. ഓക്കെ, ഇതായിരിക്കും എന്ത്, നമ്മുടെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ നിങ്ങൾ ഈ ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, കാണാതെ പഠിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്, അതായത് മേലൊരു ഫംഗ്ഷന് താഴെ ഒരു ഫംഗ്ഷന് വരുന്ന ഫോമിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാണുന്നത്. ഓക്കെ.